All of you say good morning to me. Very good. How are you, children? I am fine, thank you. Okay. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളൊക്കെയാണോ? യെസ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എല്ലാവരും? യെസ്. ഓക്കെ. All of you stand up. എണീറ്റോ എല്ലാവരും? ഓക്കെ. അറ്റൻഷൻ ആയിട്ട് നിന്നെ എല്ലാവരും. അറ്റൻഷൻ. ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ. 5 lines of APJ. I am the best. I can do it. God is always with me. I am a winner. Today is my day. Thank you all. Okay, ini endana warm up. Hands up. Hands down. Hands up. Hands down. Hands up. Hands down. Okay, 1, 2, 3, 4. 1, 2, 3, 4. Okay, all of you jump. Stop. Jump. Stop. Okay, all of you clap. Stop. Clap. Stop. Okay, clap and jump. Stop. Clap and jump. Stop. Okay, ഇനി എല്ലാവരും അറ്റൻഷൻ ആയിട്ട് നിന്നോ. അറ്റൻഷൻ. ഇനി എല്ലാവരും ടീച്ചറിനെ ഒരുപോലെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തേ. ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ, ഇനി നല്ല സ്മൈൽ ചെയ്തേ എല്ലാവരും. വെരി ഗുഡ്. ഓക്കെ, സിറ്റ് ഡൗൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് റൈം അങ്ങ് തുടങ്ങിയാലോ. നമ്മുടെ റൈം ഫസ്റ്റ് എന്തൊട്ടുള്ള റൈം നമുക്ക് പാടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഏതാണ്? ആർ യു സ്ലീപ്പിംഗ്? ഏതാണ്? ആർ യു സ്ലീപ്പിംഗ്? അപ്പൊ ടീച്ചർ സ്റ്റാർട്ട് പറയുമ്പോ നമുക്ക് ഒരുമിച്ച് ടീച്ചറും നിങ്ങളും കൂടെ ഒരുമിച്ച് പാടണം. ആക്ഷൻ കാണിച്ച് പാടണം. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട്. ആർ യു സ്ലീപ്പിംഗ്? ആർ യു സ്ലീപ്പിംഗ്? ബ്രദർ ജോൺ, Brother John, morning bells are ringing, morning bells are ringing, ding dang dong, ding dang dong. Okay, next ding dong bell. Okay, start. Ding dong bell. Same action answer pade. Ding dong bell. Pussy's in the well. Pussy's in the well. Who put in her little tummy thin? Who pulled her out little tummy stout? What a naughty boy was that to drown poor pussycat. Okay, next Humpty Dumpty. Okay, start. Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. All the king horses and all the king's men could not put Humpty together again. Okay, next I hear
thunder. Okay, start. I hear thunder. I hear thunder. Oh, don't you? Oh, don't you? Pitter patter raindrops. Pitter patter raindrops. I am wet too. I am wet too. So are you? Okay, next ഏതാണ്? Mary had a little lamb. അല്ലേ? Mary had a little lamb. Okay, start. Mary had a little lamb, little lamb, little lamb. Mary had a little lamb. Its fleece was white as snow. And everywhere that Mary went, Mary went, Mary went. Everywhere that Mary went, the lamb was sure to go. Okay, next ഏതായിരുന്നു? Row, row, row your boat. Row, row, row your boat gently down the stream. Merrily, 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 life is but a dream. Okay. Last ഏതായിരുന്നു? Ring a ring of roses. Ring a ring of roses. Pocket full of posies. Husha, busha, we all fall down. Okay. അപ്പൊ ഇത്രയും റൈം ആയിരുന്നു അല്ലേ? ഇത്രയും റൈം നമുക്കറിയാം. എല്ലാവർക്കും അറിയാലോ? ഇതിൽ ഏത് റൈം ചോദിച്ചാലും എല്ലാവർക്കും അറിയാലോ? യെസ്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ടൈമില് നമ്മൾ എവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ സെക്കൻഡ് ടൈമില് നമ്മൾ മൈ ലെറ്റർ ഐ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? സെക്കൻഡ് ടൈം ടെക്സ്റ്റില് നമ്മള് മൈ ലെറ്റർ ഐ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഓരോ വേർഡ്സും പറയാം. ഐ വെച്ച് നമ്മൾ പഠിച്ച വേർഡ്സുകൾ ഏതൊക്കെയാണ്? അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെച്ചോ. ടെക്സ്റ്റ് എടുത്ത് വെച്ചോളൂ എല്ലാരും. ഫസ്റ്റ് നമ്മളുടെ ഐ, മൈ ലെറ്റർ ഐ. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഐയും സ്മോൾ ലെറ്റർ ഐയും പഠിച്ചു ഇല്ലേ? ക്യാപിറ്റൽ ലെറ്റർ ഐ ആൻഡ് സ്മോൾ ലെറ്റർ ഐ നമ്മൾ പഠിച്ചില്ലേ? ഇവിടെ എല്ലാവരും എഴുതി തന്നു. ഐ വെച്ച് നമ്മൾ ന്യൂ വേർഡ്സ് പഠിച്ചു ഇല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെച്ചോ. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് നമുക്ക് പറയാം. ഐ ഫോർ ഇങ്ക് പോട്ട്. ഐ ഫോർ ഇങ്ക് പോട്ട്. ഐ ഫോർ ഇൻസെക്ട്. ഐ ഫോർ ഇൻസെക്ട്. ടീച്ചറോടൊപ്പം എല്ലാരും പറയണം കേട്ടോ. ഐ ഫോർ ഇഗ്ലൂ. ടെക്സ്റ്റ് നോക്കി പറഞ്ഞോ. പിക്ചർ കാണുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. നമുക്കിനി എക്സാം ഒക്കെ വരുമ്പോൾ നമ്മൾ പിക്ചർ കണ്ടിട്ടല്ലേ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ മൈ ലെറ്റർ ഐ വെച്ചിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ? ഐ ഫോർ ഇഗ്ലൂ. നെക്സ്റ്റ് എന്താണ്? ഐ ഫോർ ഇന്ത്യ. ഐ ഫോർ ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ഐ ഫോർ ഇൻസ്പെക്ടർ. ഐ ഫോർ ഇൻസ്പെക്ടർ. പിക്ചർ നോക്കിയിട്ടാണോ പറയുന്നത് എല്ലാരും? യെസ്. ഓക്കെ, ഐ ഫോർ ഇഡ്ലീസ്. ഐ ഫോർ ഇഡ്ലീസ്. ഐ ഫോർ injection. I for injection. Okay, I for index finger. I for index finger. Okay, appo my letter I, capital letter I and small letter I. I after J. My letter J. J പഠിച്ചു ഇല്ലേ? ക്യാപിറ്റൽ ലെറ്റർ J ആൻഡ് സ്മോൾ ലെറ്റർ J നമ്മൾ പഠിച്ചു ഇല്ലേ? ടെക്സ്റ്റ് അടുത്ത പേജ് എടുത്തോ. മൈ ലെറ്റർ J. എന്തൊക്കെ പഠിച്ചു നമ്മൾ J വെച്ച്? J for jug. J for jug. J for jeep. J for jeep. J for jeans. പിക്ചർ നോക്കുമ്പോൾ പറയാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? J for jeans.
Okay. J for joker. Joker. Okay. J for juice. J for juice. J for jet plane. J for jet plane. Okay, J for jelly. J for jelly. J for jacket. J for jacket. Okay, next J after K. Capital letter K and small letter K. എടുത്തോ പേജിലാരും. My letter K. Say loudly. എല്ലാരും ഉറക്കെ പറഞ്ഞേ. My letter K. K for kite. പിക്ചർ നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. K for kite. K for kangaroo. K for kangaroo. K for key. K for key. K for king. K for king. K for kettle. K for kettle. Okay. K for kid. K for kid. Text നോക്കുന്നുണ്ടോ എല്ലാവരും? പിക്ചർ നോക്കണം കേട്ടോ. Okay, next K for canal. K for canal. Okay, next K for kiwi fruit. എന്താണ്? K for kiwi fruit. Okay, next my letter L. Capital letter L and small letter L. My letter L. Say loudly. My letter L. Okay. L വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? L for ladder. L for ladder. L for lamp. L for lamp. L for leaf. L for leaf. L for lion. Lion ആരാ? നമ്മളുടെ king of the jungle അല്ലേ? L for lion. L for lizard. L for lizard. L for lock. L for lock. L for lorry. L for lorry. L for lollipop. L for lollipop. Okay, next L after my letter M. Capital letter M and small letter M. എടുത്തോ പേജ്. Okay, my letter M. ടെക്സ്റ്റ് നോക്കി പറഞ്ഞേ. My letter M. M ഒന്ന് തൊട്ട് കാണിച്ചേ ടീച്ചറിന്. നിങ്ങളുടെ ടെക്സ്റ്റ് തൊട്ടാ മതി. ക്യാപിറ്റൽ ലെറ്റർ M ഏതാണെന്ന് തൊട്ട് കാണിച്ചേ. This. Small letter M തൊട്ടോ. Okay, very good. അപ്പം നമ്മൾ M വെച്ച് എന്തൊക്കെ പഠിച്ചു? M for monkey. Monkey എന്താണ്? ഡൊമസ്റ്റിക് ആനിമൽ ആണോ വൈൽഡ് ആനിമൽ ആണോ? എവിടെയാ മങ്കിയെ കാണുന്നത് നമ്മള്? ജിങ്കിളിലാണ് അല്ലേ? വൈൽഡ് ആനിമൽ ആണ് അല്ലേ? M for monkey. M for mug. Mug. M for mug. M for mango. King of the fruit അല്ലേ? M for
mango. പിക്ചർ നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. M for motorcycle. M for motorcycle. M for moon. മൂണിനെ എവിടെയാണ് നമ്മൾ കാണുന്നത്? സ്കൈയിൽ അല്ലേ? എവിടെയാണ് നമ്മൾ കാണുന്നത് മൂണിനെ? സ്കൈയിൽ, ആകാശത്ത് അല്ലേ? M for moon. M for mat. M for mat. M for medicine. മെഡിസിൻ നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത്? നമുക്ക് ഇൽനെസ് വയ്യായികൊക്കെ ഉള്ളപ്പോഴാണ് അല്ലേ? ഫീവർ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ മെഡിസിൻ കഴിക്കുന്നത് അല്ലേ? M for medicine. M for mask. M for mask. Okay, clear ആണല്ലോ? എല്ലാരും ടീച്ചറിനോടൊപ്പം പറയണം, എന്നാലേ നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റൂ. എക്സാം പേപ്പർ ക്വസ്റ്റ്യൻ ഷീറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് അറിയണമെങ്കിൽ ടീച്ചറിനോടൊപ്പം പറഞ്ഞു തരണം. ഓക്കെ, നെക്സ്റ്റ് M after N. My letter N. Capital letter N and small letter N. കണ്ടല്ലോ? My letter N. എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ നോ വേർഡ്സ് ആ പഠിച്ചേ? N for nurse. N for nurse. N for necklace. N for necklace. N for nose. എല്ലാരും നോസ് ഒന്ന് തൊട്ട് കാണിച്ചേ. Nose. N for nose. Okay, next N for needle. N for needle. Okay, N for newspaper. N for newspaper. Okay, next N for net. N for net. N for nuts. N for nuts. N for nail. N for nail. Okay, next എന്താണ്? My letter O. എടുത്തോളാം. My letter O. Capital letter O and small letter O. My letter O. O for ox. O for ox. ടെക്സ്റ്റ് നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. O for ostrich. O for ostrich. O for orange. O for orange. Orange എന്താണ്? ഫ്രൂട്ട് ആണ് അല്ലേ? ഒരു ഫ്രൂട്ട് ആണ്. ഓക്കെ. O for octopus. O for octopus. Octopus നമ്മൾ എവിടെയാ പഠിച്ചത്? ഓർമ്മയുണ്ടോ? octopus നമ്മൾ എവിടെയാ പഠിച്ചത്? വാട്ടർ ആനിമൽസിൽ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? വാട്ടർ ആനിമൽസിൽ നമ്മൾ octopus പഠിച്ചു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് O for olive. O for olive. O for otter. O for otter. Okay, next my letter P. My letter P. എടുത്തോ പേജ്. നെക്സ്റ്റ് പേജ് അല്ലേ? തൊട്ടടുത്ത പേജ് അല്ലേ? Okay, my letter P. Capital letter P, small letter P. Okay, P വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? P for parrot. P for penguin. P for penguin. P for peacock. P for peacock. P for papaya. P for papaya. Papaya നമ്മൾ ഫ്രൂട്ട്സിൽ പഠിച്ചതാ അല്ലേ? P for papaya. P for potato. P for potato.
potato. P for peanuts. P for peanuts. P for pizza. P for pizza. And P for pencil. P for pencil. ടെക്സ്റ്റ് നോക്കി പറയണം കേട്ടോ. അപ്പൊ ആ പിക്ചർ കാണുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും കേട്ടോ. പിക്ചർ നോക്കി ടീച്ചർ പറയുമ്പോൾ പിക്ചർ നോക്കി എല്ലാവരും പറയണം കേട്ടോ, ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടേ. ഓക്കെ, മൈ ലെറ്റർ Q. എന്താണ് മൈ ലെറ്റർ Q? ക്യാപിറ്റൽ ലെറ്റർ Q ആൻഡ് സ്മോൾ ലെറ്റർ Q. Q വെച്ച് നമ്മൾ എന്തൊക്കെയാണ് വേർഡ്സാ പഠിച്ചത്? Q വെച്ച് എല്ലാവർക്കും ഇത്തിരി പാടാണ് അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഇനി എല്ലാ ക്ലാസ്സിലും പറയുമ്പോൾ എല്ലാവരും പഠിച്ചോളൂ. ഓക്കെ, Q for quilt. Q for quilt. Q for queen. Q for queen. Q for quiver. Q for quiver. Q for kite. മിണ്ടാതിരിക്കാൻ നമ്മൾ പറയില്ലേ, ടീച്ചർ കണ്ടോ? Q for kite. Q for kite. Q for quill. Q for quill. Q for quarter. Q for quarter. And Q for cock. Cock. Okay. Next അടുത്ത പേജ് my letter R. Say loudly. ഒക്കെ പറയൂ, ടീച്ചർ കേൾക്കട്ടെ. My letter R. Capital letter R and small letter R. ഓർ വെച്ച് നമ്മൾ ന്യൂ വേർഡ്സ് പഠിച്ചില്ലയോ? പറയാം നമുക്ക്. ഓക്കെ, R for robot. R for robot. R for rabbit. R for rabbit. R for rainbow. R for rainbow. R for rose. R for rose. R for rocket. R for rocket. R for radish. R for radish. Okay, R for radio. R for radio. And R for ribbon. R for ribbon. Okay, അപ്പോൾ നമ്മുടെ ലെറ്റേഴ്സ് നമ്മൾ സെക്കൻഡ് ടൈമിലെ ലെറ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി ലെറ്റേഴ്സ് തേർഡ് ടൈമിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പം 6 വരെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ആക്ഷൻ വേർഡ്സ് പഠിച്ചു അല്ലേ? ഡു ആൻഡ് സേ. ഏതൊക്കെ ആക്ഷൻ വേർഡ്സ് ആണ് നമുക്ക് പറയാം. ഓക്കെ, അതിന് മുന്നേ ഓൾവേസ് സ്റ്റാൻഡ് അപ്പ്. ബോഡി ഒക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് എല്ലാവരും ഷേക്ക് ചെയ്തോ? ഓക്കെ, ഇനി നല്ലൊരു ചിരി ഇരിച്ച എല്ലാവരും. ഓക്കെ, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഓക്കെ, അപ്പൊ നമ്മള് ആക്ഷൻ വേർഡ്സ് ഡു ആൻഡ് സേ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പുഷ്, pull, hit, jump, hold, smell, yarn, bite, skip, lick, hop, leap. ഇത്രയും ആക്ഷൻ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, ഇനി നമ്മളുടെ സ്വന്തം GK ആണ് ടീച്ചർ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മളുടെ GK. അപ്പൊ GK എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളുടെ സെക്കൻഡ് ടൈം GK ആണ് നമ്മളുടെ എക്സാമിന് വരുന്നത്. ക്വസ്റ്റ്യൻസ് വരുന്നത് സെക്കൻഡ് ടൈം GK എന്നാ. അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിക്കണ്ടേ? എല്ലാവർക്കും പഠിക്കണോ? യെസ് ഓർ നോ? യെസ്. ഫുൾ മാർക്ക് മേടിക്കണോ? GKക്ക് ഫുൾ മാർക്ക് മേടിക്കണോ എല്ലാവർക്കും? യെസ്. ഒരു മാർക്ക് പോലും കൊണ്ട് കളയരുത്. ഓക്കെ,
അപ്പൊ എന്താ വേണ്ടുന്നത്? ടീച്ചർ GK പറയുമ്പം ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം കേട്ടോ. നമുക്ക് കുറെ കൺഫ്യൂഷൻ വരുന്ന GK ആണല്ലേ സെക്കൻഡ് ടൈമില്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്താൽ മതി. എല്ലാവരും ടീച്ചർ പറയുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് ശ്രദ്ധിക്കണം, അതിനുശേഷം ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പൊ ടീച്ചർ ചോദിക്കും, ആൻസർ നിങ്ങളാണ് പറയേണ്ടത്, ടീച്ചർ അല്ല കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which is the largest animal in the world? Largest animal ഏതാണെന്നാണ് ടീച്ചർ ചോദിച്ചത്. which is the largest animal in the world? ആൻസർ പറഞ്ഞോ. blue whale. ഒന്നുകൂടെ പറഞ്ഞേ, blue whale. okay, which is the largest animal in the world? blue whale. okay, clear ആണല്ലോ? yes. what does the heart pump? എന്താണ് heart pump ചെയ്യുന്നത്? what does the heart pump? എന്താണ്? blood. എന്താണ്? blood. ടീച്ചർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചതിന് ശേഷം ആൻസർ പറയാം. okay, next, which is the smallest bird? smallest bird. which is the smallest bird? ഏതാണ് smallest bird? ഏതാണ്? hummingbird. which is the smallest bird? answer, hummingbird. okay, next, which is the biggest bird in the world? ഏതാണ് ബിഗ്ഗസ്റ്റ്? സ്മോളസ്റ്റ് നമ്മൾ ഹമ്മിങ് ബേർഡ് പറഞ്ഞു. ബിഗ്ഗസ്റ്റ് ബേർഡ് ഏതാണ്? നമ്മൾ മാത്സിൽ പഠിച്ച, ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ ബിഗും സ്മോളും പഠിച്ച സമയത്ത് എന്താണ് നമ്മൾ പഠിച്ചത്? ഓസ്ട്രിച്ച്. ഏതാണ്? ഓസ്ട്രിച്ച് അല്ലേ? which is the biggest bird in the world? answer, ostrich. okay, next, which is the largest desert in the world? largest desert. മരുഭൂമിയാണ് ടീച്ചർ ചോദിച്ചത്. largest desert ഏതാണ്? സഹാറ. say Sahara. okay, next, name the largest vehicle. largest vehicle ഏതാണ്? train. ആലോചിച്ചിട്ട് പറയണം കേട്ടോ. okay, next, name the king of the jingle. name the king of jingle. അല്ലെങ്കിൽ name the king of forest. ആരാണ്? lion. name the king of forest. answer, lion. എല്ലാവർക്കും അറിയാലോ അല്ലേ? okay, name the queen of flowers. ഏതാണ് queen of flowers? flowers എന്താണ്? പൂക്കൾ അല്ലേ? queen of flower ഏതാണ്? rose. okay, queen of flowers. name the queen of flowers. answer, rose. okay, next, name the king of fruit. പഴങ്ങളുടെ രാജാവ് ആരാണ്? name the king of fruit. mango. answer, name the king of fruit. answer is mango. okay, next, name the king of bird. king of bird. പക്ഷികളുടെ ഏതാണ്? eagle. answer, eagle. okay, next, who is known as Bapu? answer, Mahatma Gandhi. who is known as Bapu? Mahatma Gandhi. okay, next, which is the festival of colors? festival of colors. answer, Holi. answer is Holi. okay, next, how many letters are there in alphabet? how many letters? 26. how many letters are there in alphabet? answer, 26. okay, next, who treats us when we are sick? നമുക്ക് അസുഖം വരുമ്പം നമ്മൾ ആരാണ്
ശുശ്രൂഷിക്കുന്ന ആരാണ്? ഡോക്ടർ. Who treat us when we are sick? Answer, doctor. Okay. Who bring letters at home? Who bring letters at home? Postman. കണ്ടിട്ടുണ്ടോ പോസ്റ്റ്മാൻ ലെറ്റർ ഒക്കെ വീട്ടിൽ കൊണ്ടുവരുന്നേ? കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പം who bring letters at home? Postman. Okay, next. Who repair pipes? Pipes ഒക്കെ റിപ്പയർ ചെയ്യുന്ന ആരാണ്? Plumber. Answer, plumber. Okay, next. Who repair electric items? Electric items റിപ്പയർ ചെയ്യുന്ന ആരാണ്? Electrician. Electrician. Okay, next. Who constructs building and homes? കെട്ടിടങ്ങളും വീടുകളും ഒക്കെ നിർമ്മിക്കുന്ന ആരാണ്? Mason. അല്ലേ? Who constructs building and homes? Mason. Okay, Mason. Okay, next. Who repairs shoe? Shoe repair ചെയ്യുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? Cobbler. Who repair shoe? Answer, cobbler. Okay, next. Who cares sick people in hospital? Hospital. ആരാണ്? Nurse. Answer, nurse. Who take care of garden? Gardener. Who take care of garden? Gardener. Okay, next. Who teaches us the lesson? ആരാ നിങ്ങളെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആരാ? Who teaches us the lesson? Teacher. Okay, name the holy book of Muslims. Answer, Quran. Name the holy book of Muslims. Answer, Quran. Okay, next. Which is the longest river in the world? Longest river, Nile. Next question. Who invented radio? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ടീച്ചർ ചോദിക്കുന്നത് who invented radio? റേഡിയോ കണ്ടുപിടിച്ചത് ആരാണെന്നാണ്. ആൻസർ, മാർക്കോണി. Who invented radio? ടീച്ചറിനോടൊപ്പം ക്വസ്റ്റ്യനും കൂടെ ഒന്ന് പറഞ്ഞേ. Who invented radio? Answer, മാർക്കോണി. ഒന്നുകൂടെ പറയാം. Who invented radio? മാർക്കോണി. Who invented radio? മാർക്കോണി. Okay, next. ക്വസ്റ്റ്യനും പറഞ്ഞോ. Who invented telephone? Who invented telephone? Answer, Alexander Graham Bell. Alexander Graham Bell. ഒന്നുകൂടെ പറയാം. Who invented telephone? Who invented telephone? Alexander Graham Bell. Okay. Next, ടീച്ചറിനോടൊപ്പം ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞു കേട്ടോ. Who invented aeroplane? Who invented aeroplane? Who invented aeroplane? Wright brothers. Answer, Wright brothers. ഒന്നുകൂടെ പറഞ്ഞോ ടീച്ചറിനോടൊപ്പം. Who invented aeroplane? Who invented aeroplane? Wright brothers. Okay, next. Who invented telescope? Who invented telescope? Telescope കണ്ടുപിടിച്ചത് ആരാണ്? Galileo. Answer, Galileo. ഒന്നുകൂടെ ടീച്ചറിനോടൊപ്പം പറഞ്ഞേ. ക്വസ്റ്റ്യൻ പറഞ്ഞേ. Who invented telescope? Answer, Galileo. Okay, next. Name the
holy book of Hindu. Name the holy book of Hindu. Bhagavad Gita. Bhagavad Gita. Okay. Next, how many months in a year? How many months in a year? എത്ര month ആണ്? 12. How many months in a year? 12 months. Okay. Next, where is the gateway of India? Where is the gateway of India? Answer, Mumbai. Where is the gateway of India? Answer, Mumbai. Okay, next, what is the name of our planet? Earth. What is the name of our planet? Earth. Okay, next, which is the highest mountain? Which is the highest mountain? Mount Everest. Mount Everest. Which is the highest mountain? Mount Everest. Okay. Next, where is the India Gate? Where is the India Gate? Answer, New Delhi. Okay. Where is the India Gate? Where is the India Gate? Answer, New Delhi. Okay. Next, what is the shape of cricket ball? What is the shape of cricket ball? Round. Okay. Next, what does cow give us? Answer, milk. Okay, what does cow give us? Cow നമുക്ക് എന്താ തരുന്നത്? Milk. What does cow give us? Milk. Answer. Next, what is the time for bed? ഏത് ടൈമാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്ന ടൈം ഏതാണ്? Night. Okay, answer, night. Okay, what is the time for bed? What is the time for bed? Answer, night. Okay, next, which is the common bird? ഏതാണ് common bird? നമ്മൾ എപ്പോഴും കാണുന്ന ഒരു bird ഏതാണ്? Crow. Okay, next, which is the colorful insects? ഏതാണ്? Colorful insect. Butterfly. നല്ല ഭംഗിയല്ലേ ബട്ടർഫ്ലൈ കാണാൻ? ബട്ടർഫ്ലൈ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? Which is the colorful insects? Answer, butterfly. Which is the colorful insect? Which is the colorful insect? Answer, butterfly. Next, where is the India Parliament located? New Delhi. Where is the India Parliament located? Where is the India Parliament located? Answer, New Delhi. See, New Delhi. Okay, next, which is the largest organ? Which is the largest organ? Answer, liver. Okay, last one, which is the land of rivers? Which is the land of rivers? Punjab. Answer, Punjab. ഒന്നുകൂടെ ടീച്ചർ ക്വസ്റ്റ്യൻ പറയാം. Which is the land of rivers? Answer, Punjab. Okay, അപ്പോൾ GK എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ GK? അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ടൈം GK ആണ് കേട്ടോ. ഈ GK ആണ് നന്നായിട്ട് എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് സെക്കൻഡ് ടൈം എക്സാമിന് വരുന്ന GK ആണ്. ഓക്കെ, നമ്മൾ മാത്സ് എവിടെ വരെ പഠിച്ചത്? 1 to 20 വരെ നമ്മൾ പഠിച്ചു അല്ലേ? 1 to 20 വരെ പഠിച്ചു അല്ലേ? അപ്പൊ നമ്മളെ ടീച്ചർ എന്താ പറഞ്ഞ മാത്സ് എഴുതുന്ന സമയത്ത് നല്ല ഉറക്കെ പറഞ്ഞ് എഴുതണം 1 2 3 കേട്ടോ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. എല്ലാരും ഉറക്കെ പറഞ്ഞോ. 1 2 3 4
8 9 ഈ 7 8 9 ഒക്കെ ടീച്ചർ ഈ നടക്ക് തന്നെയാണോ അല്ലേ എഴുതുന്നേ? ഓക്കെ 9 after 10 10 എങ്ങനെ എഴുതും നമ്മള്? 1 0 10 1 0 10 10 after 11 11 എങ്ങനെ എഴുതുന്നേ? പറഞ്ഞേ എങ്ങനെ 11 നമ്മൾ എഴുതുന്നേ? 1 1 11 1 2 12 1 3 13 1 4 14 1 5 15 1 6 16 1 7 17 ടീച്ചർ എഴുതുന്ന തന്നെ എഴുതണം കേട്ടോ 1 8 18 1 9 19 19 after 20 20 എങ്ങനെ എഴുതുന്നേ? 2 0 20 2 0 20 all of you stand up. ടീച്ചർ പറയുമ്പോ ഉറക്കെ പറയണം കേട്ടോ. ഓക്കേ സ്റ്റാർട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 Okay, sit down. അപ്പോൾ ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്. പേജ് നമ്പർ 37. കണ്ടോ സ്റ്റോറി? എല്ലാവരും എടുത്തോ? ടെക്സ്റ്റ് ഒക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? 37 സ്റ്റോറി ഉണ്ടോ? അറിയോ സ്റ്റോറി? The goats and the fox. The goats and the fox. എന്താ നമ്മുടെ സ്റ്റോറി നെയിം? ഒന്ന് പറഞ്ഞേ. The goats and the fox. The fox. The goats and the fox. എല്ലാവർക്കും സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമാണോ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? കഥ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലയോ? അതെ, നമുക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടം, സ്റ്റോറി കേൾക്കാൻ ഇഷ്ടം അല്ലേ? അപ്പൊ ഇന്ന് നമ്മളൊരു ന്യൂ സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. ഒരു പുതിയ സ്റ്റോറിയാണ് ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്. The goats and the fox. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, one day a fox was passing through the jungle. One day a fox was passing through a jungle. ഒരു കാട്ടിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുകയായിരുന്നു, നടന്നു പോവുകയായിരുന്നു. It saw two strong goats fighting with each other. അപ്പൊ എന്താ കണ്ടത്? രണ്ട് സ്ട്രോങ് ഗോട്ട്സ്, നല്ല ശക്തിയായ രണ്ട് ഗോട്ട്സ് ഫൈറ്റിംഗ് വിത്ത് ഈച്ച് അതർ, തമ്മിൽ ഫൈറ്റ് ചെയ്യായിരുന്നു. One day a fox was passing through a jungle. ഫോക്സ് ഒരു ജിംഗിളിലൂടെ ഇങ്ങനെ പാസ് ചെയ്യായിരുന്നു. അപ്പൊ എന്താ കണ്ട കാഴ്ച എന്തായിരുന്നു? ആ ഫോക്സ് കണ്ടു ടു സ്ട്രോങ് ഗോട്ട്സ്, നല്ല ശക്തിയുള്ള രണ്ട് ഗോട്ട്സ് തമ്മില് ഫൈറ്റ് ചെയ്യായിരുന്നു, ഇടികൂടുകയായിരുന്നു അല്ലേ?
ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് ഫൈറ്റ്, അങ്ങനെ കുറച്ചു നേരം അവരിങ്ങനെ എന്താ പറഞ്ഞ അടികൂടിയതിന് കുറച്ച് സമയം കഴിഞ്ഞപ്പം ദ ഗോഡ്സ് വെയർ ഹേർട്ട് ആൻഡ് ദേ വെയർ ബ്ലീഡിങ്. അപ്പൊ കണ്ടോ ആ രണ്ട് ഗോഡ്സിന്റെ പിക്ചർ എല്ലാവരും കണ്ടല്ലോ ടെക്സ്റ്റില്, കണ്ടോ? അപ്പൊ അതിന്റെ ആ കൊമ്പ് കൊണ്ടിട്ട് നമ്മുടെ ഗോഡ്സിന്റെ എന്താ ആ ബ്ലഡ് ഇങ്ങനെ വരികയായിരുന്നു. ദ ഫോക്സ് സ്മെൽഡ് ദ ബ്ലഡ് ആൻഡ് വാണ്ടഡ് ടു ഈറ്റ് ദ ഗോഡ്സ് ഫ്ലഷ്. അപ്പൊ ഈ ബ്ലഡ് വന്ന ആ സ്മെല്ല് ആർക്ക് കിട്ടി? ഫോക്സിന് കിട്ടി. അപ്പൊ ആ മാംസം തിന്നാനായിട്ട് നമ്മുടെ ഫോക്സിന് എന്താ കൊതിയായി അല്ലേ? അപ്പൊ എന്ത് സംഭവിച്ചു? ഇറ്റ് ജംപ്ഡ് അറ്റ് ദ ഗോഡ്സ് അറ്റ് വൺസ് വിതൗട്ട് തിങ്കിങ്. ഈ ഫ്ലഷ് ബ്ലഡിന്റെ സ്മെല്ല് ചെയ്യുന്നപ്പോഴത്തേന് നമ്മളുടെ ഫോക്സിന് അങ്ങ് കൊതിയായി. അങ്ങനെ ഒന്നും ആലോചിക്കാതെ എന്ത് ചെയ്തു? പെട്ടെന്ന് എടുത്ത് അവരുടെ മുമ്പിലോട്ട് ചാടിക്കൊടുത്തു. ആരാ? ഫോക്സ്. ഒന്നും ആലോചിച്ചില്ല. ബട്ട് the two goats were stronger than the fox. പക്ഷേ നമ്മളുടെ രണ്ട് ഗോഡ്സും ഫോക്സിനേക്കാളും ശക്തിമാന്മാരായിരുന്നു രണ്ട് ഗോഡ്സും അല്ലേ? and they stamped on the fox and the fox died. ഇവര് ഫൈറ്റ് ചെയ്തോണ്ടിരുന്നതിന്റെ നടുവിലേക്കാണ് ആരെടുത്ത് ചാടിയത്? നമ്മുടെ ഫോക്സ്. ബ്ലഡിന്റെ സ്മെല്ല് വന്ന് കൊതിയായി അല്ലേ? ആ മാംസം കഴിക്കാനുള്ള കൊതിയായിട്ട് എന്ത് ചെയ്തു? ഒന്നും ആലോചിക്കാതെ ഫോക്സ് എടുത്ത് ഗോഡ്സിന്റെ ഇടയിലോട്ട് ചാടിക്കൊടുത്തു. അവര് ഫൈറ്റ് ചെയ്യായിരുന്നു. രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ ഫോക്സ് ചാടി വീണു. രണ്ടുപേരുടെ ഇടയിൽ വീണു. ഗോഡ്സ് എന്തായിരുന്നു? സ്ട്രോങ് ആയിരുന്നു അല്ലേ? നല്ല സ്ട്രോങ് ഗോഡ്സ് ആയിരുന്നു രണ്ടുപേരും. അപ്പൊ എന്ത് സംഭവിച്ചു? ഫോക്സ് ഡൈഡ്, മരിച്ചു പോയില്ലേ? ഇഷ്ടമായ സ്റ്റോറി എല്ലാവർക്കും? ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞുതരാം. One day a fox was passing through a jungle. ഒരു ദിവസം ഫോക്സ് ജംഗിൾ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പൊ കണ്ട കാഴ്ച എന്തായിരുന്നു? ടു ഗോഡ്സ്, നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ഗോഡ്സ് എന്താ ഫൈറ്റ്, ഇടികൂടുകയായിരുന്നു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? തമ്മിൽ ഇടികൂടി കൊമ്പ് കൊണ്ടിട്ട് ബ്ലഡ്, രക്തം ഇങ്ങനെ വന്നു. അപ്പൊ അതിന്റെ സ്മെല്ല് ആർക്ക് കിട്ടി? ഇത് കണ്ടുകൊണ്ട് നിന്നത് ആരായിരുന്നു? ഫോക്സ് ആയിരുന്നു. അപ്പൊ ഫോക്സിന് എന്ത് സംഭവിച്ചു? മാംസം തിന്നാൻ കൊതിയായപ്പോ വേറെ ഒന്നും ആലോചിച്ചില്ല. എന്നാ ഫോക്സ് ചിന്തിച്ചില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗോഡ്സ് ആണെന്ന് ചിന്തിക്കാതെ എന്ത് ചെയ്തു? വേറെ ഒന്നും ആലോചിക്കാതെ ഫോക്സ് ഗോഡ്സിന്റെ ഇടയിലോട്ട് എടുത്ത് ജമ്പ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഗോഡ്സ് അവിടെ എന്തായിരുന്നു? ഭയങ്കര ഫൈറ്റിലായിരുന്നു. അപ്പൊ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ ഫോക്സ് വന്നു വീണത്. അപ്പൊ ഫോക്സ് എന്ത് സംഭവിച്ചു? മരിച്ചുപോയി. ഇഷ്ടപ്പെട്ടോ സ്റ്റോറി? അപ്പൊ എന്താ മോറൽ ഓഫ് ദ സ്റ്റോറീസ്? ഡോണ്ട് ബി ഫൂളിഷ് ടു ഫൈറ്റ് വിത്ത് സ്ട്രോങ്ങർ എനിമീസ്. നമ്മളെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള എനിമീസുമായിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഫൂളിഷ്നെസ് കാണിക്കരുത്. അവരോടുകൂടി ഫൈറ്റ് ചെയ്യാൻ. നമ്മളെ ഫോക്സ് ഒറ്റയ്ക്കായിരുന്നു. ഫോക്സ് ചിന്തിച്ചോ? ടു ഗോഡ്സും സ്ട്രോങ് ആയിരുന്നു. ഭയങ്കര ശക്തിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഗോഡ്സ് ആയിരുന്നു. അവരുടെ ഇടയിലേക്കാണ് ഫോക്സ് ഒറ്റയ്ക്ക് എടുത്ത് ചാടിക്കൊടുത്തത് അല്ലേ? ആ പിക്ചർ കാണുമ്പോ അറിയാലോ എല്ലാവർക്കും. പിക്ചർ കണ്ടോ? അപ്പൊ ഇഷ്ടപ്പെട്ട സ്റ്റോറി എല്ലാവർക്കും? ഇഷ്ടമായ സ്റ്റോറി ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ ടീച്ചർ? ഓക്കെ, ശ്രദ്ധിക്കണം. നമ്മുടെ സ്റ്റോറി നെയിം ദ ഗോഡ്സ് ആൻഡ് ദി ഫോക്സ്. ഗോഡ്സിന്റെയും ഫോക്സിന്റെയും സ്റ്റോറിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ദ ഗോഡ്സ് ആൻഡ് ദി ഫോക്സ്. One day a fox was passing through a jungle. It saw two strong goats fighting with each other. After a few minutes of fight, ഒരു ദിവസം നമ്മുടെ ഫോക്സ് കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പൊ എന്താ കണ്ട കാഴ്ച? രണ്ട് സ്ട്രോങ് ഗോഡ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ ഫോക്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഇവര് ഫൈറ്റ് ചെയ്ത് ടു ഗോഡ്സിന് ബ്ലഡ് ഇങ്ങനെ വരാൻ തുടങ്ങി. ആ ബ്ലഡിന്റെ സ്മെല്ല് ആർക്കടിച്ചു? നമ്മുടെ ഫോക്സിന്.
അപ്പൊ എന്താ, മാംസം തിന്നാനുള്ള കൊതി വന്നിട്ട് വേറെ ഒന്നും ചിന്തിക്കാതെ ഫോക്സ് എന്ത് ചെയ്ത് ഈ 2 സ്ട്രോങ് ഗോഡ്സ് ഫൈറ്റ് ചെയ്യുന്നതിന്റെ നടുവിലേക്ക് എടുത്ത് ചാടിക്കൊടുത്തു. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ ഗോഡ്സ് നല്ല സ്ട്രോങ് ആയിരുന്നോണ്ട് ഇവര് ഫൈറ്റ് ചെയ്തതിന്റെ ഇടയിൽ വന്ന് ഫോക്സ് ഡെഡ് മരിച്ചുപോയി അല്ലേ? അപ്പം ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? ഇഷ്ടപ്പെട്ട സ്റ്റോറി? യെസ്. അപ്പൊ നമ്മുടെ സ്റ്റോറി നെയിം എന്താണ്? ഓക്കെ, നമ്മുടെ സ്റ്റോറി നെയിം എന്താണ്? ദ ഗോഡ്സ് ആൻഡ് ദി ഫോക്സ്. ദ ഗോഡ്സ് ആൻഡ് ദി ഫോക്സ്. ഓക്കെ, ഇഷ്ടമായില്ല എല്ലാവർക്കും? യെസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഇന്ന് നമുക്ക് ടീച്ചറിന്റെ ബുക്കില് 1 to 20 വരെ 1 ടൈം എഴുതി എല്ലാവരും സെൻഡ് ചെയ്ത് തരണം കേട്ടോ. 1 to 20 വരെ 1 ടൈം എഴുതി എല്ലാവരും മാത്സ് സെൻഡ് ചെയ്ത് തരണം. പിന്നെ നമ്മുടെ കേഴ്സീവ് നമ്മൾ ന് വരെയാണ് പഠിച്ചത് അല്ലേ? ടു ന് വരെയാണ് പഠിച്ചത്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, A says A, B says B, C says K, D says D, E says A, F says F, G says G, H says H, I says E, J says J, K says K, L says L, M says M, N says N. ഓക്കെ, അപ്പൊ ഇന്ന് ടീച്ചറിന് ടു ന് വരെ കാണാതെ എഴുതുന്ന വീഡിയോ എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ലെറ്റർ എടുക്കാം. ഓക്കെ, ടു ന് വരെ കാണാതെ എഴുതുന്ന വീഡിയോ ഇന്ന് ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. എല്ലാവരും സെൻഡ് ചെയ്ത് തരണേ. ടു ന് വരാം. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പറയാം ആരുടെയൊക്കെയാണ് ടീച്ചറിന് കിട്ടാത്തതെന്നുള്ളത് ടീച്ചർ പേര് പറയും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ടു ന് വരെ ടീച്ചറിന് കാണാതെ എഴുതുന്ന വീഡിയോ സെൻഡ് ചെയ്ത് തരണം. സെൻഡ് ചെയ്ത് തരുമല്ലോ എല്ലാവരും? യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോണിക്സ് സം ചൊല്ലി നോക്കാം നമുക്ക്. ഓക്കെ, സ്റ്റാർട്ട്. Ants on the apple. A is the sound of the letter A. Balls are bouncing. B is the sound of the letter B. Caterpillar coughing. K is the sound of the letter C. Dolls are dancing. D is the sound of the letter D. Egg in the egg cup. A is the sound of the letter E. Fishes are floating. F is the sound of the letter F. Goats are giggling. G is the sound of the letter G. Helicopter hovering. H is the sound of the letter H. Ink in the ink pot. E is the sound of the letter I. Jokers are jiggling. J is the sound of the letter J. King at the kettle. K is the sound of the letter K. Lion licking lollipop. L is the sound of the letter L.
Monkeys are munching. M is the sound of the letter M. Nana's nearly 90. N is the sound of the letter N. Okay, appa a to n vara teacher innu kaanadeyna video ellarum send cheyidaranam. Maths il 1 to 20 vara one time homework എഴുതി ടീച്ചർ എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടികളായിട്ടിരിക്കുക, പറഞ്ഞെഴുതുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. ബൈ. ഹാവ് എ നൈസ് ഡേ.